ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 2 ഹോംവർക്ക് തന്നിരുന്നല്ലേ? ഇതിന് ആൻസേഴ്സ് ചെയ്തില്ലേ? ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ലാസ്റ്റ് ഹാർമോണിക് മീനിലുള്ള ഹോംവർക്ക് ഉള്ളത് കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13.2, 14.5, 14.8 അല്ലേ ആൻസർ? Okay, first question answer 14.63 something or 64 വരും അല്ലേ? Okay, 14.63. Okay, then second question answer okay 69.60 or 61 വരും അല്ലേ? 69.60 or 61. Okay, ഡെസിമൽ വാല്യൂസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. Okay, മാക്സിമം നമ്മൾ 0.4 ഡെസിമൽ വാല്യൂസ് എങ്കിലും കൺസിഡർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അക്യുറേറ്റ് ചെയ്യാൻ നോക്കുക. 69.61 or 60. Okay, correct. Then next question നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിലെ പ്രോബ്ലംസ് കഴിഞ്ഞു എന്നുള്ളത്. ഇനി ഇതിന്റെ കുറച്ച് തിയറീസ് ആണ്, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പ്രോപ്പർട്ടീസ് ഒക്കെ. വലിയ ഇമ്പോർട്ടന്റ് എന്നല്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. തിയറി കുറച്ച് തിയറി ഇതിൽ പഠിക്കാനുണ്ടാവുള്ളൂ. ആ തിയറിക്ക് ഒരു ഐഡിയ വേണം എന്താണ് തിയറീസിൽ ചോദിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ആണ് അരിത്മെറ്റിക് മീനിന്റെ ഇത് നമ്മൾ പറഞ്ഞതാണ്. മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ ക്ലാസ് 9 കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, മെയിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുള്ളത്. സെക്കൻഡ് ഡിസ്കസ് ചെയ്യാനുള്ളത് മീഡിയത്തിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ്. ഓക്കെ, വാട്ട് മീൻ ബി മീഡിയം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതാണ്. അതിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചതാണ്. ഇനി അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നോക്കുക എന്തൊക്കെയാണ് അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുള്ളത്. മീഡിയം എന്ന് പറഞ്ഞാൽ അറിയാലോ, പൊസിഷണൽ ആവറേജ് ആണ്, മിഡ് വാല്യൂ ആണ്. ഓക്കെ, നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ എന്താണ് അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്തതിനു ശേഷം എന്താണ് അതിൽ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. പൊസിഷണൽ ആവറേജ് ആണ്. ഓക്കെ, അപ്പൊ അതിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കുക. സാധാരണ നമ്മൾ എന്താണ് ഇൻഡിവിജ്വൽ സീരീസിലാണ് n+1/2 തൈറ്റാം സ്മാൾ ലെറ്റർ n. ദെൻ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ n ക്യാപിറ്റൽ ലെറ്റർ ആവും. ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, ക്യാപിറ്റൽ ലെറ്റർ n+1/2 തൈറ്റം എന്നാവും. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് സീരീസിലാണ് ഈ മീഡിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ് IL1 + n/2 - CF ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ ആണ് വരിക അല്ലെ. അപ്പൊ ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത്. ഓക്കെ, മീഡിയത്തിന്റെ മെറിറ്റ്സ് ആണ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും ഈസി ആണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ചെറിയ ഇത് വരുള്ളൂ, പക്ഷെ എങ്കിലും എന്താണ് കമ്പാരിറ്റീവ്ലി ഈസി ആണ് ഈ പറഞ്ഞ മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, പൊസിഷണൽ ആവറേജ് ആണ്, ദെൻ മിഡ് വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ്ലി ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ് ഫസ്റ്റ് മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ആണ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് നമുക്ക് ഇനി കാണാനുണ്ടാവും ഈ അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് എന്നത്. എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ് വാല്യൂസ് ആണ്. ഓക്കെ, നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് എന്നാണ്. ഇതിന്റെ സ്മാളസ്റ്റ് വാല്യൂം ഹയസ്റ്റ് വാല്യൂം ഒരിക്കലും മീഡിയത്തിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരു സീരീസിൽ മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിന്റെ പൊസിഷണൽ ആവറേജ് ആണ്, അല്ലെങ്കിൽ മിഡ് വാല്യൂ ആണ്, അല്ലെങ്കിൽ മിഡ് പൊസിഷൻ ആണ്. ഓക്കെ, നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മിഡിൽ വരുന്ന ഏരിയാസിനാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരിക്കലും ഒരു എക്സ്ട്രീം വാല്യൂസ് അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അതുപോലെ ലാർജസ്റ്റ് വാല്യൂം അതുപോലെ സ്മാളസ്റ്റ് വാല്യൂം ഇതിന്റെ അത്രത്തോളം ഡീപ്പായിട്ട് അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ആണ്. പക്ഷെ നമ്മൾ മീനിൽ അങ്ങനെയല്ല. മീനിൽ നമ്മളെ എക്സ്ട്രീം വാല്യൂസ് നമ്മൾ അഫക്റ്റ് ചെയ്യും. കാരണം
ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ ക്ലാസ്സിലെ മാർക്സിന് മീഡിയം കാണുന്നതും മീൻ കാണുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പൊ BNSC ആണ് ഫസ്റ്റ് എക്സാം ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തു. അപ്പൊ അതില് 50-ൽ 5 മാർക്സ് കിട്ടിയ സ്റ്റുഡന്റ് ഉണ്ട്. ഓക്കെ, 50-ൽ 5 കിട്ടിയ സ്റ്റുഡന്റ് ഉണ്ട്, 50-ൽ 50 കിട്ടിയ സ്റ്റുഡന്റ് ഉണ്ട്. അത് രണ്ടും എക്സ്ട്രീം വാല്യൂസ് ആണ്. 5 എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മാളസ്റ്റ് മാർക്സും 50 ഔട്ട് ഓഫ് 50 എന്നുള്ളത് ഹയസ്റ്റ് മാർക്സും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മീൻ കാണുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് എക്സ്ട്രീം വാല്യൂസ് നമ്മൾ അഫക്ട് ചെയ്യും. കാരണം ഇത് രണ്ടും എല്ലാതും ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്കൊരു 30 കിട്ടും. ഓക്കെ, നമുക്ക് ഒരു ആവറേജ് നമുക്ക് 30 കിട്ടി എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, ഈ എക്സ്ട്രീം വാല്യൂസ് അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു 5 എന്നുള്ളതാണ് നമ്മൾ ആവറേജ് കുറക്കാനും ഈ 50 എന്നുള്ള നമ്മൾ ആവറേജ് കൂട്ടാനും സഹായിക്കുന്ന മാർക്സുകളാണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് മീഡിയ, നമ്മളവിടെ ക്ലാസ്സിൽ മീഡിയൻ ആണ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ തന്നിരിക്കുന്ന മാർക്കിനൊക്കെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്തു. എന്നിട്ട് എന്താണ്, നമ്മൾ n+1/2 തൈറ്റ് എന്നുള്ള ഇക്വേഷനെ യൂസ് ചെയ്യാം. ടോട്ടൽ എത്ര സ്റ്റുഡൻറ് n എത്രയാണ്, നമ്മൾ 60 സ്റ്റുഡൻസ് ആണെങ്കിൽ ആ 60 + 1 61 ഡിവൈഡഡ് ബൈ 2, അപ്പൊ 30.5 എന്ന് കിട്ടും. അപ്പൊ 30 items + 31 items ഡിവൈഡഡ് ബൈ 2. അപ്പൊ ആ രണ്ട് ഐറ്റംസിന്റെ മിഡിൽ വാല്യൂ ആണ് നമ്മൾ മീഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഇവിടെ ഒരിക്കലും നമ്മൾ ഹയസ്റ്റ് വാല്യൂ സ്മാളസ്റ്റ് വാല്യൂ നമ്മളെ മീഡിയത്തിൽ അഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റിജിഡ്ലി ഡിഫൈൻഡ്. ഓക്കെ, ഒരു സർട്ടൻ വാല്യൂസ് വെച്ചിട്ട് റിജിഡ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് സ്പെസിഫിക് ആൻസർ എന്നുള്ളത്. നമ്മളൊരു കൺക്ലൂഷനോ ഒരു അസംഷൻ അല്ല, ഒരു ഇമാജിനേഷൻ അല്ല. മീഡിയ എന്ന് റിജിഡ്ലി ഡിഫൈൻഡ് ആണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും വാട്ട് ഈസ് അവർ മീഡിയൻ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ചെയ്യാന്നുള്ളതാണ്. ദെൻ ബെസ്റ്റ് അവറേജ് ഇൻ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാല് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ആണ് നമ്മൾ പറഞ്ഞ നമ്പേഴ്സ് എന്നുള്ളത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ നമ്പേഴ്സ് അല്ലാത്ത നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിലെ ഏറ്റവും ബെസ്റ്റ് അവറേജ് ആണ് മീഡിയൻ എന്നുള്ളത്. ഓക്കെ, ക്ലോത്ത് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും അതിന്റെയൊക്കെ നമ്മൾ എന്താണ് മീഡിയൻ ആണ് കാണുക. ഓക്കെ, അതിന്റെ അവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീഡിയൻ ആണ് കൺസിഡർ ചെയ്യുക. അപ്പൊ മീഡിയം മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് മിഡിൽ വാല്യൂ മാർക്ക് ചെയ്യാന്നുള്ള മീഡിയൻ ആണ്. അപ്പൊ ഇൻ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയിലാണെങ്കിൽ ബെസ്റ്റ് ആവറേജ് ആണ് മീഡിയൻ എന്നുള്ളത്. റാങ്ക് ചെയ്തിട്ട് അതിന്റെ മിഡ് വാല്യൂ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് മീഡിയൻ എന്നുള്ളത്. അപ്പൊ അതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയിലെ ബെസ്റ്റ് ആവറേജ് എന്നുള്ളത്. Then next one ആണ് useful in case of open-ended distribution. In case of open-ended distribution എന്ന് പറഞ്ഞാല് open-ended distribution എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റും ലാസ്റ്റും എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും എന്നാണ്. ഇപ്പൊ ലെസ് ദാൻ 10, then more than 100. ഫസ്റ്റ് ക്ലാസ് എന്നാണ് ലെസ് ദാൻ 10. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് എന്നാണ് മോർ ദാൻ 100. അതൊരു ഓപ്പൺ എൻഡഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ ഒരു കേസിലും ഈ പറഞ്ഞ മീഡിയൻ ആണ് ബെസ്റ്റ് സൂട്ടബിൾ ആവറേജ് എന്നുള്ളത്, യൂസ്ഫുൾ എന്നുള്ളത്. ഓക്കെ, നമുക്ക് എക്സ്ട്രീം വാല്യൂസ് അറിയില്ല എന്നുണ്ടെങ്കിൽ, എക്സ്ട്രീം വാല്യൂസ് നമുക്ക് അതിന്റെ സ്മാളസ്റ്റ് വാല്യൂ അതുപോലെ അതിന്റെ ഹയസ്റ്റ് വാല്യൂ അൺനോൺ ആണെങ്കിൽ അവിടെ ബെസ്റ്റ് സൂട്ടബിൾ ആവറേജ് എന്നുള്ളത് നമുക്ക് മീഡിയൻ ആണ്. ഓക്കെ, ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ലെസ് ദാൻ 10 എന്ന് തരികയാണ്, അല്ലെങ്കിൽ ലെസ് ദാൻ 5 എന്ന് പറയാം, അല്ലെങ്കിൽ ലെസ് ദാൻ 20 എന്ന് പറയാം. ലാസ്റ്റ് നമുക്ക് എന്താണ് മോർ ദാൻ 100 അല്ലെങ്കിൽ മോർ ദാൻ 50 ഓർ മോർ ദാൻ 500 എന്ന് തരികയാണെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് ബെസ്റ്റ് ആവറേജ് എന്നുള്ളത് മീഡിയൻ ആണ്. ഓക്കെ, റെപ്രസെന്റഡ് ഗ്രാഫിക്കലി, റെപ്രസെന്റ് ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫിലും ഈ പറഞ്ഞ മീഡിയനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റും, ഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് പറ്റും, നമുക്ക് ഒജീബ്സ് വെച്ചിട്ട് കർവ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മീഡിയത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് അരിത്തമെറ്റിക് മീൻ ഒന്നും ഇങ്ങനെ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. മീഡിയം ചെയ്യാൻ പറ്റും. മീഡിയം എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെറിൻ ആയിട്ടുള്ള മെറിറ്റ്സ് എന്നുള്ളത്. ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്, റിജിഡ്ലി ഡിഫൈൻഡ്, ബെസ്റ്റ് ആവറേജ് ഇൻ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് ഓപ്പൺ എൻഡഡ് ഡിസ്ട്രിബ്യൂഷൻ, ലാസ്റ്റ് വൺ റെപ്രസെന്റഡ് ഗ്രാഫിക്കലി. മീഡിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാറ്റ ഉണ്ടെങ്കിൽ മീഡിയം എത്രയാണ് നമുക്ക് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. Then next one, demerits of medium. മീഡിയത്തിന്റെ demerits എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ആണ് അറേഞ്ച്മെന്റ്സ് ഓഫ് ഡാറ്റ ഇസ് നെസസറി. ഫസ്റ്റ് എന്താണ് അറേഞ്ച്മെന്റ്സ് ഓഫ് ഡാറ്റ. ഡാറ്റ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്.
നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ, ആ ഡാറ്റന്റെ ആ ഓർഡറിലല്ലേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം. ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ അത് അറേഞ്ച് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അതിന്റെ മിഡിൽ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പൊസിഷണൽ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അറേഞ്ച്മെന്റ് നെസസറി ആണ് എന്നുള്ളതാണ്. സെക്കൻഡ് ആണ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ഇതിൽ നമ്മൾ എല്ലാ ഒബ്സർവേഷനും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാ ഒബ്സർവേഷൻ നമുക്ക് എന്താണ്, ആ ഒരു മിഡിൽ പൊസിഷനിലുള്ള ഒബ്സർവേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യണുള്ളൂ. അല്ല ഫസ്റ്റ് വാല്യൂ 5 ആണോ 10 ആണോ എന്ന് നമ്മൾ നോക്കണ്ട, ഫസ്റ്റ് വാല്യൂ 20 ആണോ 30 ആണോ എന്ന് നമ്മൾ നോക്കണ്ട, ലാസ്റ്റ് വാല്യൂ നമ്മൾ നോക്കണ്ട. നമ്മൾ ആ മിഡിൽ വരുന്ന വാല്യൂ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യണുള്ളൂ. ബട്ട് മീനിലാണ് നമ്മൾ എന്താണ് ഓരോ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഓരോ വാല്യൂ ആഡ് ചെയ്ത് പോയി അതിന് ടോട്ടൽ സമ്പ് കണ്ടിട്ട് ദെൻ അതിനെ വേണ്ടി എന്ത് ചെയ്യണം, നമ്പർ ഓഫ് എലമെന്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് മീൻ എന്ന് പറഞ്ഞത്. ബട്ട് മീഡിയത്തിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ എല്ലാ ഒബ്സർവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല. മിഡിൽ പൊസിഷനുള്ള വാല്യൂ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് നോട്ട് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി യൂണിവേഴ്സ്. ഓക്കെ, നോട്ട് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി യൂണിവേഴ്സ് ആണ്. ആ മൊത്തം ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നല്ല എന്നുള്ളതാണ്. ഓക്കെ, ആ മൊത്തം റെപ്രസെന്റേറ്റീവ് എന്ന ഒരു യൂണിവേഴ്സ് ആയിട്ട് നമുക്ക് മീഡിയത്തിന് നമുക്ക് എല്ലായ്പ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പൊ ക്ലാസിന്റെ ആവറേജ് തന്നെ നമുക്ക് അതിനെ റെപ്രസെന്റേറ്റീവ് യൂണിറ്റ് ആയിട്ട് പറയാൻ പറ്റും. ബട്ട് മീഡിയത്തിന് നമുക്ക് എല്ലായ്പ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം മീഡിയത്തിന്റെ ആ ഡീമെറിറ്റ്സ് ഉണ്ട്. നമ്മൾ എല്ലാ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യണില്ല, പിന്നെ അത് സോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിന് അഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഈ സാമ്പിളിംഗ് ആണ്. കൂടുതൽ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഈ പറഞ്ഞ മീഡിയത്തിന് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാമ്പിളിങ്ങിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലുള്ള ഫ്ലക്ച്വേഷൻസ്, മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, അത് നമ്മൾ ഈ പറഞ്ഞ മീഡിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ അറിയില്ലോ, റെപ്രസെന്റേറ്റീവ് യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷനെ റെപ്രസെന്റേറ്റ് ചെയ്യണതിനാണ് നമ്മൾ സാമ്പിൾ എന്ന് പറഞ്ഞത്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊസീജിയർ ആണ്. ഓക്കെ, നമ്മൾ പോപ്പുലേഷനെ നമ്മളെങ്ങനെ സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ള പ്രൊസീജിയേഴ്സ് ആണ് സാമ്പിളിംഗ് എന്നുള്ളത്. അപ്പോൾ സാമ്പിളിംഗിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് നമ്മളെ മീഡിയത്തിന് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അരിത്തമെറ്റിക് മീനിൽ ഇങ്ങനെ വലിയ പ്രശ്നമില്ല, പക്ഷെ മീഡിയത്തിലാണെങ്കിൽ എന്താണ് ഈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് മീഡിയത്തെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ആണ് ലാക്ക് ഓഫ് ഫർദർ algebraic treatment. Lack of further algebraic treatment ആണ്. Lack of further algebraic treatment ആണ് lack of mathematical treatment ആണ്. നമുക്ക് കൂടുതൽ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് ഈ മീഡിയം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരു പൊസിഷണൽ ആവറേജ് മാത്രമാണ്. ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് പോസിബിൾ അല്ല എന്നുള്ളതാണ് നമ്മളെ ഈ മീഡിയ എന്നുള്ളത്. ഓക്കെ, നമ്മൾക്ക് ഇതിന് മീഡിയം നമ്മൾക്ക് ആഡ് ചെയ്യാനോ ഗ്രൂപ്പ് ചെയ്യാനോ മീഡിയം വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഫർദർ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു ആവറേജ് ആയിട്ട്. കാരണം മീഡിയത്തിന് ഇതിൻ്റെതായ ഡീമെറിറ്റ്സുകൾ ഉണ്ട്. കാരണം എല്ലാ ഒബ്സർവേഷനും കൺസിഡർ ചെയ്യണില്ല, പിന്നെ അത് അറേഞ്ച് ചെയ്യണം, പിന്നെ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഇതിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യില്ല, ആ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിൽ നമ്മൾ വൈഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഡീമെറിറ്റ്സ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. പിന്നെ നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ് ആണ്. ദെൻ നോട്ട് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി യൂണിവേഴ്സ് ആണ്. ദെൻ അഫക്റ്റഡ് ബൈ fluctuations in sampling ആണ്. The lack of further mathematical treatments. Okay, ഇത്രയാണ് മീഡിയം എന്നുള്ളതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുള്ളത്. Then next one ആണ് മോഡ് എന്നുള്ളത്. ഓക്കെ, മോഡ് എന്നുള്ളതാണ് നെക്സ്റ്റ് ആണ്. മോഡില് ഉള്ള ഹെഡിങ്സ് ആണ് ഗ്രാഫിക് ലൊക്കേഷൻ ഓഫ് മോഡ്. നമ്മൾ മോഡ് പറയുമ്പോൾ നമ്മൾ വിട്ടുപോയതാണ്. മോഡ് നമുക്ക് ഗ്രാഫിക്കൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗ്രാഫ് ഡ്രോ ചെയ്തുകൊണ്ട് നമ്മളെ ക്വസ്റ്റ്യന്റെ മോഡ് എത്രയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് എങ്ങനെയാണെന്നുള്ള അതിന്റെ തിയറിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ആണെങ്കിൽ ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആ മോഡിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. മോഡിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്നുള്ള അതിന്റെ സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആണ് since mode is a positional average, it can be located graphically by the following process. Okay, graphical application of mode ന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്, and different steps or stages ആണ് പറയുന്നത്. First, a histogram of the frequency distribution is drawn. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഹിസ്റ്റോഗ്രാംസ് നമ്മൾ ഡ്രോ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഒരു ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടാവുള്ളൂ ക്ലാസ്സും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു ഹിസ്റ്റോഗ്രാംസ് ഡ്രോ ചെയ്യണം.
ഹിസ്റ്റോഗ്രാംസ് നിങ്ങൾ പഠിച്ചതാണോ? എങ്ങനെ ഹിസ്റ്റോഗ്രാം ഡ്രോ ചെയ്യാന്നുള്ളത്? ഓക്കെ, ഹിസ്റ്റോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലല്ലേ? ഓക്കെ, ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റി എന്നുള്ള തിയറി ബേസിൽ വരുന്നുണ്ട് ഹിസ്റ്റോഗ്രാംസും ബാക്കിയുള്ള ഗ്രാഫ്സുകളൊക്കെ. അപ്പൊ ഇതിൽ പറഞ്ഞ ഫസ്റ്റ് ഹിസ്റ്റോഗ്രാം ഡ്രോ ചെയ്യണം നമ്മൾ പറയാം. ഇൻ ദി ഹിസ്റ്റോഗ്രാം ദി ഹൈയസ്റ്റ് റെക്ടാംഗിൾ റെപ്രസെന്റ് ദി മോഡൽ ക്ലാസ്. ആ ഹിസ്റ്റോഗ്രാമിലെ ഹൈയസ്റ്റ് റെക്ടാംഗിൾ ആണ് നമ്മൾ മോഡൽ ക്ലാസ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഹിസ്റ്റോഗ്രാം എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ ഹിസ്റ്റോഗ്രാമിലെ ഹൈയസ്റ്റ് റെക്ടാംഗിൾ ആണ് നമ്മൾ മോഡൽ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Then the top left corner of the highest rectangle is joined with the top left corner of the following rectangle. Or top left corner of the highest rectangle top left corner of the following rectangle like a line draw cheyannullana. And the top right corner of the highest rectangle is joined with the top right corner of the preceding rectangle representatively. അതുപോലെ തന്നെ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദി ഹൈയസ്റ്റ് റെക്ടാംഗിൾ, ആ റെക്ടാംഗിൾ ടോപ്പ് റൈറ്റ് കോർണറിന് ദെൻ പ്രൊസീഡിങ് റെക്ടാംഗിളിന്റെ ടോപ്പ് റൈറ്റ് കോർണറിലേക്കും ഒരു ലൈൻ ഡ്രോ ചെയ്യാം. ഫ്രം ദി പോയിന്റ് ഓഫ് ഇൻസെഷൻ ബോത്ത് ദി ലൈൻസ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഓൺ ദി എക്സ് ആക്സിസ്. ആ രണ്ട് ലൈൻസിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിന് നമ്മൾ എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഒരു ലംബം ഡ്രോ ചെയ്യാവുന്നതാണ് എക്സ് ആക്സിലേക്ക്. And check that point on the x-axis. This will be a record value of mode. ആ എക്സ് ആക്സിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലറിന്റെ എക്സ് ആക്സിൽ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, അതാണ് നമ്മളെ മോഡ് എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് പറയാം, ഇതിന് എങ്ങനെയാണ് ഇത് ഡ്രോ ചെയ്യാന്നുള്ളത്. ഓക്കെ, നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടിന്യൂസ് ക്ലാസ്സിലാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം ഡ്രോ ചെയ്യാറുള്ളത്. നിങ്ങൾ ചിലപ്പോൾ +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹിസ്റ്റോഗ്രാംസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ 10, 20 എന്നുള്ള രീതിയിലാണല്ലോ മാർക്ക് ചെയ്യുക. എക്സാം വൈറ്റ് ബോർഡ് ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? വിസിബിൾ അല്ല വൈറ്റ് ബോർഡ്? ഓക്കെ, നമ്മളെന്താണ് ഒരു ഇത് മാർക്ക് ചെയ്യാണ്. 5 to 10 തന്നെയാണ്. ഹിസ്റ്റോഗ്രാം ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഹിസ്റ്റോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഇതിന്റെ ഹിസ്റ്റോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ഞാൻ അസംഷൻ ആണ്, ക്വസ്റ്റ്യൻ ഒക്കെ ഇമാജിനേഷൻ ആണ്. ഒരു ഹിസ്റ്റോഗ്രാം ഡ്രോ ചെയ്തു. ഓക്കെ, 5 to 10 ആണ് അതിന്റെ ഫ്രീക്വൻസി. ദെൻ 10 to 15 18 അതിന്റെ ഫ്രീക്വൻസി. ദെൻ 15 to 20 ഒരു 33 ആണ് അതിന്റെ ഫ്രീക്വൻസി. ദെൻ 20 to 25 ഒരു 25 ആണ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. ദെൻ 25 to 30 ഒരു 16 ആണ് ഫ്രീക്വൻസി. അതിന്റെ കൂടെ അതിന്റെ നോക്കുക നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ്. ഫസ്റ്റ് പറഞ്ഞ ഈ ഹിസ്റ്റോഗ്രാംസ് ഡ്രോ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് ഹിസ്റ്റോഗ്രാംസിലെ ഹൈയസ്റ്റ് റെക്ടാംഗിളിനാണ് നമ്മൾ മോഡൽ ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം. ഇതിൽ ഹൈയസ്റ്റ് റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇതാണ് നമ്മൾ മോഡൽ ക്ലാസ് എന്നുള്ളത്. ഓക്കെ, മോഡൽ ക്ലാസ് എന്നുള്ളത് മോഡൽ ക്ലാസ്. ഓക്കെ, ഹിസ്റ്റോഗ്രാം ഡ്രോ ചെയ്തു. ഹിസ്റ്റോഗ്രാമിലെ ഹൈയസ്റ്റ് റെക്ടാംഗിൾ നമ്മൾ മോഡൽ ക്ലാസ് ആയിട്ട് മാർക്ക് ചെയ്തു. Then third step എന്നുള്ളത് ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദി ഹൈയസ്റ്റ് റെക്ടാംഗിൾ ഈസ് ജോയിൻഡ് വിത്ത് ദി ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദി ഫോളോയിങ് റെക്ടാംഗിൾ. ഓക്കെ, നമ്മൾ ഈ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദി ഹൈയസ്റ്റ് റെക്ടാംഗിൾ, ഈ ഹൈയസ്റ്റ് റെക്ടാംഗിൾ ടോപ്പ് ലെഫ്റ്റ് കോർണർ, ഇതിന്റെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിന്
ഈ ഒരു ഐസ് റെക്ടാങ്കിളിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിന് joined with the top left corner of the following rectangle. ഈ ഒരു ടോപ്പ് ലെഫ്റ്റ് കോർണറിന് നെക്സ്റ്റ് ടോപ്പ് ലെഫ്റ്റ് കോർണറായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ടോപ്പ് ലെഫ്റ്റ് കോർണറിന് നെക്സ്റ്റ് ഹിസ്റ്റോഗ്രാംസിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ top right corner of the highest rectangle is joined with the top right corner of the preceding rectangle എന്നുള്ളതാണ്. Top right corner of the highest rectangle is joined with the top right corner of the preceding rectangle. Right corner നിന്ന് preceding rectangle ടോപ്പ് റൈറ്റ് കോർണറിലേക്കും ഒരു ലൈൻ ഡ്രോ ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് ലൈൻസിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ഇത് നമ്മൾ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ഇവിടെ നമ്മൾ എക്സ് ആക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പെർപെൻഡിക്കുലർ ലംബം ഡ്രോ ചെയ്യാം. ഓക്കെ, അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഫ്രം ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ബോത്ത് ലൈൻസ് എ പെർപെൻഡിക്കുലർ drawn on the x-axis. Okay, ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ എക്സ് ആക്സിലേക്ക് മാർക്ക് ചെയ്യാം. ഇതിന് എക്സ് ആക്സിൽ ഈ ഒരു ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ്സിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പൊ ഏകദേശം വരിക 15 20 ഇടയിലായതുകൊണ്ട് നമുക്ക് ഇതിന് മിഡിൽ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇതിനെ 17.5 എന്ന് പറയാം അല്ലെ. 17.5 നമ്മൾ ഇതിന് മാർക്ക് ചെയ്യാം. 15 20 ഇടയിലാണല്ലോ, അതിന്റെ മിഡിലായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ 17.5 17.5. This will be recorded value of mode. അങ്ങനെ ഈ ഒരു എക്സ് ആക്സിൽ ഈ ഒരു ടച്ച് ചെയ്യുന്ന പെർപെൻഡിക്കുലറിന്റെ ആ എക്സ് ആക്സിലെ പോയിന്റ് ആണ് നമ്മളെ മോഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളെ മോഡ് എന്നുള്ളത്. നമ്മൾ മറ്റൊരു ഇക്വേഷൻ യൂസ് ചെയ്യാതെ സിമ്പിൾ ആയിട്ട് കണ്ടതാണ്. മറ്റേത് കണ്ടിന്യൂസ് ക്ലാസ്സിൽ നമുക്കറിയാം മോഡ് കാണാൻ ഇക്വേഷൻ എന്നുള്ളത് L1 + F1 - F0 / 2F1 - F0 - F2 × C എന്നുള്ള ആ ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് സാധാരണ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാറ് എന്നുള്ളത്. But in case of graphical representation ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഹിസ്റ്റോഗ്രാം മാർക്ക് ചെയ്തുകൊണ്ട് ഹിസ്റ്റോഗ്രാമിലെ മോഡൽ ക്ലാസ് മാർക്ക് ചെയ്ത് ആ മോഡൽ ക്ലാസ്സിന് ലെഫ്റ്റ് കോർണറിന് നെക്സ്റ്റ് ഹിസ്റ്റോഗ്രാമിന്റെ ലെഫ്റ്റ് കോർണറിലേക്കും റൈറ്റ് കോർണറിന് പ്രിസീഡിങ് റെക്ടാങ്കിളിന്റെ റൈറ്റ് കോർണറിലേക്ക് ലൈൻ മാർക്ക് ചെയ്യുക. അതിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിന് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുക. എന്നിട്ട് അതിന്റെ പോയിന്റ്സ് ആണ് നമ്മളെ മോഡ് വാല്യൂ എന്നുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഡ് എന്നുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഡ് ക്ലിയർ അല്ലേ? ഒരു ഹോംവർക്ക് എന്നാ ചെയ്തൂടെ? ഞാനിവിടെ ലാപ്പിൽ വരയ്ക്കുമ്പോൾ അതിൽ അക്യുറസി ഉണ്ടാവില്ല, കാരണം സെന്റിമീറ്റേഴ്സും തമ്മിലൊന്നും നിങ്ങൾ നോട്ടിൽ നിങ്ങൾക്ക് സ്കെയിൽ യൂസ് ചെയ്ത് ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ അല്ല? ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതുപോലെ ചെയ്തൂടെ? ഡൗട്ട്സ് എനിക്ക് പറയട്ടോ, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ തരുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് അപ്പൊ ഇതുപോലെ വരയ്ക്കാൻ നോക്കട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടായ ഈ പറഞ്ഞ രീതിയിൽ ക്ലാസ്സും ഫ്രീക്വൻസി ആണ്. ക്ലാസ് ആയിട്ട് ഇങ്ങനെ 10 to 20 20 to 30 ഈ രീതിയിൽ ക്ലാസ്സസ് ഉണ്ടാവും. 20 to 30 then 30 to 40 then 40 to 50 എന്നുള്ള രീതിയിൽ. ഓക്കെ, then ഇവിടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഉണ്ടാവും. 8 10 18 then 12 then ഇവിടെ 15 to 60 ഇവിടെ 7 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതൊന്ന് എന്ത് ചെയ്യാം, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഹിസ്റ്റോഗ്രാംസ് ഡ്രോ ചെയ്യണം. ഹിസ്റ്റോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സും വൈ ആക്സും, എക്സ് ആക്സ് വൈ ആക്സസ്. എക്സ് ആക്സിലാണ് നമ്മൾ ക്ലാസ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇത് നമ്മളെ ക്ലാസ് ആണ്.
ഇതാണ് നമ്മളെ ക്ലാസ്. ഞാൻ ഇവിടെ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ 0 5 to 10, 10 to 15, 15 to 20, 20 to 25, 25 to 30 എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിലാണ് എന്ത് ചെയ്യും ആണെങ്കിൽ എന്താ വരിക, ആ 10 വരും, then 20 വരും, then 30 വരും, then 40 വരും, 50 വരും, 60 വരും അല്ലെ. ഇവിടെ 20 വരും, 30 വരും, 50, 60 എന്നുള്ള വരും ക്ലാസ്. ഇതിനിവിടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആണ്. ഫ്രീക്വൻസീസ് നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ഇന്റർവെൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഈ രീതിയിൽ ചെയ്താൽ 0 to 5 ഇവിടെ 5 മാർക്ക് ചെയ്യുക, 10 മാർക്ക് ചെയ്യുക, 15 മാർക്ക് ചെയ്യുക, then 20 മാർക്ക് ചെയ്യുക, 25 മാർക്ക് ചെയ്യുക. എന്നിട്ട് ചെയ്ത് നോക്കുക. 10 to 28 ആണ്. 10 to 20 ഒപ്പം 8 എന്ന് മാർക്ക് ചെയ്യണം. then 20 to 30 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്ന് തന്നെ ടച്ച് ചെയ്തിട്ട് 10 മാർക്ക് ചെയ്യുക. then 30 to 40 18 മാർക്ക് ചെയ്യുക. then 40 to 50 12 മാർക്ക് ചെയ്യുക. then 50 to 60 7 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന് IST ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. IST റെക്ടാങ്കിൾ നമ്മൾ മോഡൽ ക്ലാസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ആ മോഡൽ ക്ലാസ്സിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിന് നെക്സ്റ്റ് റെക്ടാങ്കിൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യുക. റൈറ്റ് കോർണറിന് പ്രിസൈഡിങ് റെക്ടാങ്കിളിന്റെ റൈറ്റ് കോർണറിൽ ജോയിൻ ചെയ്യാം. ദെൻ ഇന്റർസെക്ഷൻ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാം. അത് ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രീതിയിൽ ഒന്ന് ചെയ്യട്ടോ. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് ഹിസ്റ്റോഗ്രാംസ് ഡ്രോ ചെയ്യാന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ഹിസ്റ്റോഗ്രാംസ് ഡ്രോ ചെയ്യാം. ദെൻ ഹിസ്റ്റോഗ്രാംസിലെ ഹൈയസ്റ്റ് റെക്ടാങ്കിൾ ഹിസ്റ്റോഗ്രാംസ് ആണ് നമ്മൾ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് പറഞ്ഞു. ദെൻ അതിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദി ഹൈയസ്റ്റ് റെക്ടാങ്കിൾ ഈസ് ജോയിൻഡ് വിത്ത് ദി ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദി ഫോളോയിങ് റെക്ടാങ്കിൾ. നമ്മൾ പറഞ്ഞല്ലോ ഹൈയസ്റ്റ് റെക്ടാങ്കിൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിനെ നെക്സ്റ്റ് ടോപ്പ് ലെഫ്റ്റ് കോർണറായിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ദെൻ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദി ഹൈയസ്റ്റ് റെക്ടാങ്കിൾ ജോയിൻഡ് വിത്ത് ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദി പ്രൊസീഡിയർ റെക്ടാങ്കിൾ. ടോപ്പ് റൈറ്റ് കോർണറും പ്രൊസീഡിയർ റെക്ടാങ്കിളിന്റെ ടോപ്പ് റൈറ്റ് കോർണറായിട്ട് ജോയിൻ ചെയ്യാം. ദെൻ ഇന്റർസെക്ഷൻ പോയിന്റ് എന്ത് ചെയ്യാം, ഒരു പെർപെൻഡിക്കുലർ എക്സ് ആക്സിലേക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, ദെൻ ദാറ്റ് പോയിന്റ് എക്സ് ആക്സിസ് കൺസിഡർ ആസ് ദി മോഡ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് മോഡിന്റെ അഡ്വാൻസും ഡിസഡ്വാൻറ്റേജസും എന്നുള്ളത്. ഓക്കെ, അപ്പൊ മോഡ് നമ്മൾ പറഞ്ഞു, അതിന്റെ അഡ്വാൻസും ഡിസഡ്വാൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മോഡിന്റെ ബാക്കി കാര്യങ്ങൾ അറിയില്ല, എന്താണ് മോഡ് എന്നുള്ളത്. മോസ്റ്റ് റിപ്പീറ്റേറ്റീവ് ആയിട്ടാണ് അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിങ് വാല്യൂസിനാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലാണ് ഹൈയസ്റ്റ് ഫ്രീക്വൻസി ആണ് മോഡ് എന്നുള്ളത്. ഓക്കെ, കണ്ടിന്യൂസ് സീരീസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ L1 plus F1 minus F0 divided by 2F1 minus F0 minus F2 into C എന്നുള്ള ഇക്വേഷനെ. ഓക്കെ, അതിന്റെ അഡ്വാൻസ് നോക്കുക. ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു കാൽക്കുലേറ്റ് എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ സീരീസും കണ്ടിന്യൂസ് സീരീസും അറിയാലോ, ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന്. പിന്നെ അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളത് ഈസിയാണ്. Then not affected by extreme large or small values. Okay, നമ്മൾ ഹയസ്റ്റ് വാല്യൂസും സ്മോളസ്റ്റ് വാല്യൂസും നമ്മൾ മോഡിന് അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അതിൽ നോക്കുക മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐറ്റം എന്താണെന്നുള്ളതാണ്. അല്ലാതെ സ്മോളസ്റ്റ് വാല്യൂ ഹയസ്റ്റ് വാല്യൂ നമ്മളെ മോഡിനെ അഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് it can be located only by inspection in ungrouped data, discrete frequency distribution. It can be located only by inspection in ungrouped data and discrete frequency distribution. Ungrouped data, discrete frequency distribution. The point, it can be located only by inspection. അൺഗ്രൂപ്പഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മള് ഇൻഡിവിജ്വൽ സീരീസിനെയാണ് നമ്മൾ അൺഗ്രൂപ്പഡ് ഡാറ്റ എന്ന് പറയുക. കാരണം അൺഗ്രൂപ്പഡ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ അറിയല്ലോ 2, 3, 4, 5, 6 എന്നുള്ള അത് അൺഗ്രൂപ്പഡ് ഡാറ്റയാണ്. ഗ്രൂപ്പ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും നമ്മൾ ഗ്രൂപ്പ് ഡാറ്റ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അൺഗ്രൂപ്പ് ലൊക്കേറ്റഡ് ഓൺലി ബൈ ഇൻസ്പെക്ഷൻ ഇൻ അൺഗ്രൂപ്പഡ് ഡാറ്റ.
ആൻഡ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മോഡ് എന്നുള്ള ഗ്രൂപ്പ് ഡാറ്റാസിലും അതുപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിലും. Then it can be useful for qualitative data. Qualitative dataസിലും യൂസ്ഫുൾ ആണ് ഈ പറഞ്ഞ മോഡ് എന്നുള്ളത്. കാരണം മോസ്റ്റ് നമുക്ക് ഒരു ഷോപ്പിൽ നമുക്ക് അതിന്റെ മോഡ് ഈസിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ആവുന്ന പ്രൊഡക്റ്റ് ഏതാണ്, അത് ആ ഷോപ്പിന്റെ മോഡാണെന്ന് നമുക്കാണെങ്കിൽ എന്താ പറയാൻ പറ്റും. കാരണം മോസ്റ്റ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് മോസ്റ്റ് ഒക്കറിയും വാല്യൂസ് ആണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിൽ എന്താണ് ആ ഷോപ്പിന്റെ മോഡ് എന്നുള്ളത് അവിടെ മോസ്റ്റ് സെയിൽസ് ആവുന്ന പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോഫിറ്റ് ചെയ്യാൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ യൂസ്ഫുൾ ഇൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നാണ് ഇറ്റ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഇൻ ഓപ്പൺ ആൻഡ് ഫ്രീക്വൻസി ടേബിൾ. ഓപ്പൺ ആൻഡ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലെസ് ദാൻ 10, ലെസ് ദാൻ 50 ഓർ ലെസ് ദാൻ 100. ദെൻ ലാസ്റ്റിലാണെങ്കിൽ എന്താണ് മോർ ദാൻ 100, മോർ ദാൻ 1000, മോർ ദാൻ 500. അതൊരു ഓപ്പൺ ആൻഡ് ഫ്രീക്വൻസി ടേബിൾ ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡ് ഈസിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഓപ്പൺ ആൻഡ് ഫ്രീക്വൻസി ടേബിളിലും. ദെൻ ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഗ്രാഫിക്കലി മോഡ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് ഇത് അഡ്വാൻറ്റേജസ് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ഡിസഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഓക്കെ, ഇപ്പോഴും മോഡ് എന്നുള്ള വെൽ ഡിഫൈൻഡ് ആവണം എന്നില്ല എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ മോഡ് ഒരേ ഐറ്റമിനെ 2 ഐറ്റം തന്നെ എന്ത് ചെയ്യാം, 2 ടൈംസ് ഒരേ സമയം റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ് സീരീസിലും വെൽ ഡിഫൈൻഡ് അല്ല എന്നുള്ളതാണ് മോഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദ സെക്കൻഡ് വൺ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. നമുക്കറിയാലോ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷന്റെ ബേസിലല്ല. നമ്മൾ പറഞ്ഞ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഐറ്റം ഏതാണ്. ദെൻ ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലും ഹൈയസ്റ്റ് ഫ്രീക്വൻസി ആണ് വരുന്നത്. ദെൻ കണ്ടിന്യൂസിലാണെങ്കിൽ എന്താണ്, നമ്മൾ മോഡ് ക്ലാസിന്റെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. മോഡ് ക്ലാസിന്റെ ഫ്രീക്വൻസി, അതിന്റെ പ്രൊസീഡിംഗ് ക്ലാസിന്റെ, അതിന്റെ സക്സീഡിംഗ് ക്ലാസിന്റെ ഫ്രീക്വൻസീസ്, പിന്നെ ക്ലാസ് ഇത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ ക്ലാസിന്റെ ഫ്രീക്വൻസീസും വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഡിസ്റ്റർബൻസ് ആണ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ വാല്യൂസ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഇറ്റ് ഈസ് stable for large values, and it will not be well defined if the data consistent of small number of values. Okay, next disadvantage ആയിട്ട് പറഞ്ഞതാണ് it is stable for large values, and it will not be well defined if the data consistent of small number of values. ഒരിക്കലും വെൽ ഡിഫൈൻഡ് ആണ്. ഡാറ്റ സ്മാൾ നമ്പർ ഓഫ് വാല്യൂസിലെ ഡാറ്റ കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു മോഡ് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മോഡ് ഒരിക്കലും എന്താണ് വെൽ ഡിഫൈൻഡ് അല്ല എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ മോസ്റ്റ് ഒക്കറിങ്, മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം, പിന്നെ എന്താണ് ഈ സെയിം നമ്പർ തന്നെ സെയിം നമ്പേഴ്സ് തന്നെ 2 ടൈംസിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ മോഡ് ഇൽ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് വെൽ ഡിഫൈൻഡ് അല്ല എന്നുള്ളതാണ് മോഡ് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ഇറ്റ് ഈസ് നോട്ട് കാപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്. നമ്മൾ നേരത്തെ മീഡിയത്തിൽ പറഞ്ഞ ഒരു ഡിസോർഡൻസ് ആണ് നോട്ട് കാപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ഓർ ആൽജിബ്രിക് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. മോഡ് ഒരു ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഫർദർ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിൽ മോഡിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം മോഡ് നമ്മൾ ആഡ് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ രണ്ടരത്തിന് മോഡ് വെച്ചുകൊണ്ട് പുതിയൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനോ ഫംഗ്ഷൻസോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. There are sometimes the data having one or more than one mode. Sometimes the data having no mode at all. Okay, ചില സമയത്ത് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻസിന് തന്നെ എന്ത് ചെയ്യും, ഒന്നിലധികം മോഡ്സ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ചില സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് നോ മോഡ്സ് അറ്റ് ഓൾ, ഒരു മോഡും ഇല്ലാതെ ഇരിക്കും. ഓക്കെ, കറക്റ്റ് ഐറ്റം എന്ത് ചെയ്യണില്ല, റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പൊ അതിന് നമുക്ക് മോഡ് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പൊ 1 2 3 4 5 ഇതിൽ മോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയാൻ പറ്റുമോ? കറക്റ്റ് ഐറ്റം റിപ്പീറ്റ് ചെയ്തിട്ടില്ല, നോ മോഡ് അറ്റ് ഓൾ ആണ്. ചില സമയത്ത് എന്ത് ചെയ്യും, 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യും, 5 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോഴും മോഡ് എന്താണ്, ഇൽ ഡിഫൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിലും ഒരു ഇക്വേഷൻസ് ഉണ്ട്, പക്ഷെ അതൊന്നും അക്യുറേറ്റ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ലാസ്റ്റ് ഡിസോർഡൻസ് ആയിട്ട് പറയുന്നത് സംടൈംസ് ദ ഡാറ്റ ഹാവിംഗ് one or more than one mode and sometimes the data having no mode at all. ഓക്കെ, ചില സമയത്ത് ഒന്നിലധികം മോഡ്സ് ഉണ്ടാവും, ചില സമയത്ത് നോ മോഡ്സും ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡിസോർഡൻസ് ആയിട്ട് പറയുന്നത്. Okay.
നെക്സ്റ്റ് ആണ് ജോമെട്രിക് മീൻ എന്നുള്ളത്. ജോമെട്രിക് മീൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ജോമെട്രിക് ആൻഡ് ഹാർമോണിക് മീൻ എന്നുള്ളത്. അപ്പൊ ജോമെട്രിക് മീനും അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ് പറഞ്ഞത്? 11:40 ഓക്കെ, അപ്പോൾ ഫിനിഷ് ചെയ്യാന്ന് വിചാരിക്കുന്നു. നോക്ക്, ജോമെട്രിക് മീൻ അതിന്റെ മെറിറ്റ്സുകൾ. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് വാല്യൂസ് പ്രിസൈസ് ഫിഗർ. അറിയുന്ന കാര്യമാണല്ലോ, റിജിഡ്ലി ഡിഫൈൻഡ് ആണ്, ഒരു പ്രിസൈസ് വാല്യൂ ഉണ്ടാവും, ഒരു സ്പെസിഫിക് വാല്യൂസ് ആണ് എന്ത് ജോമെട്രിക് മീൻ എന്നുള്ളത്. ജോമെട്രിക് മീനിന്റെ ഇക്വേഷൻ അറിയല്ലോ, നമ്മൾ ചെയ്തിരുന്ന ജോമെട്രിക് മീനിന്റെ ഇക്വേഷൻ ആന്റി ലോഗ് ഇൻറ്റു സിഗ്മ ലോഗ് എക്സ് ബൈ എൻ എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ ലോഗ് എക്സ് കാണും, ദെൻ സിഗ്മ ലോഗ് എക്സ് കാണും, ദെൻ എന്നോട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ആന്റി ലോഗ് കാണും. അപ്പൊ ഇതിനെന്താ ഒരു സ്പെസിഫിക് വാല്യൂസ് ഉണ്ടാവും, ഒരു പ്രിസൈസ് ഫിഗർ ആണ് ജോമെട്രിക് മീൻ എന്നുള്ളത്. Then it is based on ഒബ്സർവേഷൻ ആണ്. കാരണം എല്ലാത്തിനും എല്ലാ ഒബ്സർവേഷനും ലോഗ് എക്സ് നമ്മൾ കാണും. ഇപ്പൊ എല്ലാ ഒബ്സർവേഷനും നമ്മൾ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ മിഡിൽ വാല്യൂ മാത്രമോ അല്ലെങ്കിൽ അതിന്റെ സെൻട്രൽ പൊസിഷൻ മാത്രമല്ല നമ്മൾ മാർക്ക് ചെയ്യുന്ന എല്ലാ വാല്യൂസും നമ്മൾ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ആണ്. Then it is capable of further mathematical treatment. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിന് കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കാപ്പബിൾ ആണ് എന്നുള്ളതാണ്. കാരണം എല്ലാ ഒബ്സർവേഷനും നമ്മൾ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. The next one, it is not much affected by fluctuations in sampling. Sampling fluctuations ഇതിനെ അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നോട്ട് മച്ച് അഫക്റ്റഡ് ബൈ fluctuations in sampling ആണ്. The last one ആണ് it is not affected by extreme values. Extreme values എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ് വാല്യൂ ആണ്. നമ്മൾ ആ തന്നിരിക്കുന്ന വാല്യൂസിലുള്ള ഹയസ്റ്റും അതുപോലെ സ്മാളസ്റ്റ് വാല്യൂ ഈ ഒരു ജോമെട്രിക് മീനെ കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നില്ല. ദെൻ കറസ്പോണ്ടിങ് ഡീമെറിറ്റ്സുകൾ നോക്കുക, ജോമെട്രിക് മീനിന്റെ ഡീമെറിറ്റ്സുകൾ. ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഇഫ് എനി വൺ ഓഫ് ദ ഒബ്സർവേഷൻ ഇസ് സീറോ ഓർ നെഗറ്റീവ്. തന്നിരിക്കുന്ന വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂ സീറോ ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ നെഗറ്റീവ് ആണെങ്കിലും ഈ പറഞ്ഞ ജോമെട്രിക് മീൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂസിൽ ഏതെങ്കിലും ഒന്ന് സീറോ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ജോമെട്രിക് മീൻ കാണാൻ പറ്റില്ല. കാരണം ലോഗ് എക്സ് കാണല്ലോ, ലോഗ് എക്സ് കണ്ടിട്ട് അതിന്റെ സിഗ്മ ലോഗ് എക്സ് കാണാം, എന്നിട്ട് അതിനെ എന്നോട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് അതിന്റെ ആന്റി ലോഗ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് സീറോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ഇറ്റ് ഈസ് കാൽക്കുലേഷൻ ഈസ് റാദർ ഡിഫിക്കൽട്ട് എന്നുള്ളതാണ്. കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആണ്, കാരണം നമ്മൾക്ക് തന്നെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സയന്റിഫിക് കാൽക്കുലേറ്റർ വേണം ഓരോന്നിനും ലോഗ് എക്സ് കാണണമെങ്കിൽ. അല്ലാതെ മാനുവൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. നമുക്ക് മീഡിയം മോഡൊക്കെ നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ഇതിൽ എന്താണ് സയന്റിഫിക് കാൽക്കുലേറ്ററിന്റെ യൂസോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഡിഫിക്കൽട്ട് ആണ്, ലോഗ് കാണുക പിന്നെ അതിന്റെ ആന്റി ലോഗ് കാണുക എന്നുള്ളതൊക്കെ. Then it is not easy to understand. ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കണമെന്നില്ല, എന്തിനാ നമ്മൾ ലോഗ് കാണുക, എന്താണ് ലോഗ് എന്താണ് ആന്റി ലോഗ് എന്നുള്ളത്. അത് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ഈ ജോമെട്രിക് മീൻ എന്നുള്ളത്. ഓക്കെ, കാരണം നമുക്ക് മീഡിയത്തിന്റെ മോഡ് നമുക്ക് മനസ്സിലാവും, മോസ്റ്റ് റിപ്പീറ്റഡ് അല്ലെങ്കിൽ മിഡ് പൊസിഷൻ എന്നുള്ളത്. ബട്ട് ജോമെട്രിക് മീൻ നമുക്ക് എന്താണ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ആ ലോഗ് എന്താണ്, ആന്റി ലോഗ് എന്തിനാണ് എന്നുള്ളത്. The last one ആണ് it may not be coincide with any of the observation. ഏതൊരു ബാക്കിയുള്ള ഒബ്സർവേഷനായിട്ട് കോയിൻസൈഡ് യോജിച്ച് പോകണമെന്നില്ല ഈ ഒരു മോഡ് എന്നുള്ളത്. ഓക്കെ, ഇറ്റ് മേ നോട്ട് ബി കോയിൻസൈഡ് വിത്ത് എനി ഓഫ് ദി ഒബ്സർവേഷൻസ്. ബാക്കിയുള്ള ഒബ്സർവേഷനായിട്ട് യോജിച്ച് പോകണമെന്നില്ല നമ്മളെ മോഡ് എന്നുള്ളത്. സോ അത്രയാണ് ഇതിന്റെ ജോമെട്രിക് മീനിന്റെ ഡിസോർഡൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ആണ് ഹാർമോണിക് മീൻ, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഹാർമോണിക് മീൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ് ഹാർമോണിക് മീൻ എന്ന്. അതിന്റെ ഇക്വേഷൻ അറിയില്ല, n ഡിവൈഡ് ബൈ സിഗ്മ 1/x, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആണെങ്കിൽ n ഡിവൈഡ് ബൈ സിഗ്മ f/x എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 1/x കാണണം അല്ലെങ്കിൽ f/x കാണണം, എന്നിട്ട് അതിന്റെ സിഗ്മ കാണണം, എന്നിട്ട് n ഡിവൈഡ് ചെയ്തിട്ടുള്ള അതിന്റെ റിസൾട്ട് ആണ് നമ്മളെ ഹാർമോണിക് മീൻ എന്നുള്ളത്. അപ്പൊ അതിന് ഡെഫിനിഷൻ ഒക്കെ ഇന്നലെ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് നമ്പേഴ്സ് ഓഫ് ദി ഗിവൺ വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയാറുള്ളത്. അപ്പൊ ആ ഒരു ഹാർമോണിക് മീനിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്ന് നോക്കാം. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ആണ്. അറിയല്ലോ, ഇൻഡിവിജ്വൽ ആണെങ്കിലും ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലും കണ്ടിന്യൂസ് സീരീസിലാണെങ്കിലും ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ആണ്. എല്ലാ ഒബ്സർവേഷനും ബേസ്ഡ് ആണ്. കാരണം ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ നമ്മൾ ആദ്യം 1/x കാണണം,
ഇനി ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് സീരീസിലാണ് നമ്മൾ ആദ്യം എഫ് ബൈ എക്സ് കാണണം. ഓക്കെ, അപ്പൊ ഓരോ ഒബ്സർവേഷനെ നമ്മൾ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. The second one, it is not much affected by fluctuations of sampling. Okay, നമ്മൾ നേരത്തെ പറയാറുള്ള not much affected by fluctuations sampling ആണ്. Sampling fluctuations ഈ പറഞ്ഞ ഹാർമോണിക് മീനിനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. Then it is capable of further mathematical treatment. കാരണം എല്ലാ ഒബ്സർവേഷനും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിനുള്ള കപ്പാസിറ്റി ഉണ്ട്, കാപ്പബിൾ ആണ് എന്നുള്ളതാണ്. Then it is an appropriate average for averaging ratios and rates. റേഷ്യോസും റേറ്റ്സും പറയാനുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആവറേജ് ആണ് ഇത് ഹാർമോണിക് മീൻ എന്നുള്ളത്. നമ്മൾ റേഷ്യോസും റേറ്റ്സും വെച്ചിട്ടാണ് നമ്മളെ ആവറേജ് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ബെസ്റ്റ് അപ്രോപ്രിയേറ്റ് ആവറേജ് ആണ് എന്ത് ഹാർമോണിക് മീൻ എന്നുള്ളത്. നമ്മൾ റേഷ്യോ റേറ്റ്സ്, നമ്മൾ പെർസെന്റേജുകൾ അല്ലെങ്കിൽ റേറ്റ്സുകൾ റേഷ്യോസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റിയ ഹാർമോണിക് മീൻ ആണ്. Then it does not give much weight to the large item. ലാർജ് ഐറ്റത്തിന് യാതൊരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ഒന്നും കൊടുക്കില്ല. ഇവിടെ സ്മാൾ ഐറ്റത്തിനാണ് ഇത് വെയിറ്റേജ് കൂടുതൽ എന്നുള്ളതാണ്. കാരണം നമ്മൾ 1/x നമ്മൾ ചെയ്യും. 1/x ചെയ്യുമ്പോൾ സ്മാൾ ഐറ്റത്തിനാണ് കൂടുതൽ വെയിറ്റ് കിട്ടുക അല്ലെ. 1/1 സ്മാൾ ഐറ്റത്തിന് കൂടുതൽ വെയിറ്റേജ്, ലാർജ് ഐറ്റത്തിന് എന്തില്ല കൂടുതൽ വെയിറ്റേജ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സ്മാൾ ഐറ്റം വെച്ച് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക കൂടുതൽ വെയിറ്റ് കിട്ടുക എന്നുള്ളതാണ്. Then demeritsകൾ നോക്കുക. ഇറ്റ് ഈസ് കാൽക്കുലേഷൻ ഈസ് ഡിഫിക്കൽട്ട്. അറിയില്ല കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട്. ആദ്യം 1/x കാണണം അല്ലെങ്കിൽ f/x കാണണം, ദെൻ അതിന്റെ സമ്മ് കാണണം, എന്നിട്ടാണ് എന്ത് എങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ എന്നുള്ള ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. Then it gives high weightage to the small items. നമ്മൾ നേരത്തെ പറഞ്ഞു സ്മാൾ ഐറ്റത്തിനാണ് എന്ത് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സ്മാൾ ഐറ്റം ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് ഈ പറഞ്ഞ ഹാർമോണിക് മീനിന് കൂടുതൽ വെയിറ്റേജ് വരിക അല്ലേ. നമ്മളിപ്പോ 1/2 നമ്മളെ ഐറ്റം എക്സിൽ ഒന്ന് 2 ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ 1/2 ആണ്. 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 0.5 ആണ് കിട്ടുക. ഓക്കെ, ദെൻ ഈ നെക്സ്റ്റ് എക്സിന്റെ ഐറ്റം 1/3 ആണ് നമുക്ക് എത്ര കിട്ടുക 0.33 ആണ് കിട്ടുക. അത് 1/4 ആയിട്ട് ചെയ്യുകയാണെങ്കിലോ അവിടെ 0.25 ആയി. ഓക്കെ, അപ്പൊ ഇവിടെ 4 എന്താണ് 0.25 ആണ് 1/4 വെച്ച് ചെയ്യുമ്പോൾ കിട്ടുക. പക്ഷെ 1/2 വെച്ച് ചെയ്യുമ്പോൾ 0.5 കിട്ടുന്നുണ്ട്. അപ്പൊ സ്മാൾ ഐറ്റത്തിനാണ് കൂടുതൽ വെയിറ്റേജ് എന്നുള്ളത് ഈ ഹാർമോണിക് മീനിൽ. അത് ഇതിന്റെ ഒരു ഡിസഡൻസ് ആണ്. കാരണം സ്മാൾ ഐറ്റത്തിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, then it cannot be calculated if any of the item is 0. ഏതെങ്കിലും ഐറ്റം 0 ആണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിന് അക്യുറേറ്റ് വാല്യൂ ആൻസർ കിട്ടില്ല എന്നുള്ളതാണ്. Then it is usually a value which does not exist in the given data. തന്നിരിക്കുന്ന ഡാറ്റയിൽ ഇല്ലാത്ത ഒരു വാല്യൂസ് ആണ് ഈ പറഞ്ഞ ഹാർമോണിക് മീനിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ സാധാരണ നമുക്ക് തന്നിരിക്കുന്ന ഗിവൻ ഡാറ്റാസ് ഉള്ള ഒരു വാല്യൂ അല്ല ഹാർമോണിക് മീൻ ആയിട്ട് കിട്ടുക, അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വാല്യൂസ് ആവും അവൈലബിൾ ആവാന്നുള്ളത്. അതും ഇതിന്റെ ഒരു ഡിമെറിറ്റ്സ് ആണ്. does not exist in the given data. നമുക്ക് തന്നിരിക്കുന്ന ആ ഗിവൻ ഡാറ്റാസിൽ ഇല്ലാത്ത ഒരു വാല്യൂസിനാണ് നമ്മൾ ഹാർമോണിക് മീൻ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത്രയാണ് ഇത് ഹാർമോണിക് മീനിന്റെ ഡിമെറിറ്റ്സ് എന്നുള്ളത്. കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആണ്, സ്മാൾ ഐറ്റത്തിനാണ് ഇത് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, ദെൻ ഏതെങ്കിലും ഐറ്റം 0 ആണെങ്കിൽ ഇത് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ആണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ദെൻ ഹാർമോണിക് മീൻ എന്ന് പറയുന്നതാണ് വെച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദി ഗിവൻ ഡാറ്റ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു വാല്യൂസിനെയാണ് നമ്മൾ ഹാർമോണിക് മീൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ അവൈലബിൾ ആവുക എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? ക്ലിയർ അല്ലേ? എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഇല്ലാത്തത്? ഓക്കെ, നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ക്ലാസ് ഓപ്പൺ ചെയ്യില്ലേ? ഓഫ്ലൈൻ ക്ലാസ് അല്ലേ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ്? ടൈം ടേബിൾ ഒന്നില്ലേ? സർക്കുലർ ഉണ്ടില്ലേ? ഇനി ചിലപ്പോൾ മേ ബി നമ്മളെ നെക്സ്റ്റ് ക്ലാസ് ചിലപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആവും. അങ്ങനെയാണെങ്കിൽ നോട്ട്സ് ചെക്ക് ചെയ്യും. ഈ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ ഇക്വേഷൻസും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ അപ്പൊ എഴുതി പഠിക്കുക. ഈ ടൈപ്സ് ഓഫ് ആവറേജുള്ള എല്ലാ ഇക്വേഷൻസും നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനും ബാക്കിയുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത്.
ബട്ട് നിങ്ങൾ അസൈൻമെന്റ്സ് നിങ്ങൾ ഹോംവർക്കുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത വാട്സപ്പ് ഡാറ്റാസ് ഇവിടെ അവൈലബിൾ ആണ്. ആരൊക്കെ എത്രത്തോളം അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പം ഇനി ഓഫ്ലൈൻ ക്ലാസ്സിൽ നോട്ട്സും ചെക്ക് ചെയ്യും. ദെൻ ഈ പറഞ്ഞ ഇക്വേഷൻസ് ക്വസ്റ്റ്യനും ചോദിക്കും കേട്ടോ. നെക്സ്റ്റ് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ബാക്കി തിയറി ഞാൻ പഠിക്കാൻ പറയുന്നില്ല, അത് മനസ്സിലാക്കുക. എന്താണ് മീൻ, മീഡിയം, മോഡ്, ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് മീൻ എന്ന് പറഞ്ഞാൽ അതിലൊരു ഡെഫിനേഷൻ മീനിങ് ഒന്നും പഠിക്കുക, അതിന്റെ കൺസെപ്റ്റ് മാത്രം. ദെൻ മീഡിയം എന്താണ്, മോഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ബാക്കി പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ മീനിലാണെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, 3 മെത്തേഡിൽ ഇക്വേഷൻസ് ഉണ്ട്. ദെൻ ബാക്കിയുള്ള മോഡ്, മീഡിയന്, ഹാർമോണിക്, ജോമെട്രിക്. അപ്പൊ അതിലൊക്കെ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസിൽ അതിൽ മാക്സിമം 2-3 ഇക്വേഷൻസ് ആവും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിക്കുക, കൺഫ്യൂഷൻ ആവാൻ നിൽക്കരുത്. ഓക്കെ, പിന്നെ ഈ നോട്ട്സ് ഞാൻ അയച്ചു തരാം. ഇതിൽ മോഡിന്റെ ഒരു ക്വസ്റ്റ്യൻ തരും. ആ മോഡിന്റെ ക്വസ്റ്റ്യൻ 2 രീതിയിൽ നിങ്ങൾ സോൾവ് ചെയ്ത് വെക്കുക. സാധാരണ നമ്മളെ L1 വെച്ചിട്ടുള്ള ഇക്വേഷനിലും സോൾവ് ചെയ്യാം, പിന്നെ ഗ്രാഫിക്കൽ ലൊക്കേഷനിലും സോൾവ് ചെയ്യാം. അപ്പം ഏകദേശം സെയിം ആൻസർ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പോയിന്റ്സിലുള്ള മാറ്റങ്ങളെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ആദ്യം സാധാരണ രീതിയിൽ ചെയ്ത് വെക്കുക, ഗ്രാഫിക്കൽ ലൊക്കേഷൻ അല്ലാതെ നമ്മൾ L1 ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട്. എന്നിട്ട് അതിനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ സോൾവ് ചെയ്ത് വെക്കുക. അതിന്റെ ഒരു ഹിസ്റ്റോഗ്രാംസ് ഡ്രോ ചെയ്യാം. എന്നിട്ട് IST ഹിസ്റ്റോഗ്രാം ഏതാണെന്ന് പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി 2 ലൈൻസ് വെച്ചിട്ട് പെർപെൻഡിക്കുലർ വെച്ചിട്ട് എക്സ് ആക്സിസ് ആ വാല്യൂ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ ഓക്കെ, അത്രയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അഫീഫ അറ്റൻഡൻസ് മാർക്ക് ചെയ്തില്ലേ? ഓക്കെ, റെക്കോർഡ് ക്ലാസ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ അപ്ലോഡ് ചെയ്യാം. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു.